Divisional Accountant Officer, Important Questions and Answers, Part 3. Factors affecting the amount of depreciation. 34th question. Important need for providing depreciation. ഇപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ നീഡ് എന്താണെന്നാണ് താഴെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ്, ടു അസർട്ടൈൻ ദ ട്രൂ പ്രോഫിറ്റ്. ഡിപ്രീസിയേഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സിൻ്റെ ട്രൂ പ്രോഫിറ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 2, ടു അസർട്ടൈൻ ദ ട്രൂ വാല്യൂ ഓഫ് ആൻ അസറ്റ്. അപ്പം നമുക്കൊരു ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കറണ്ട് ഇയറിൽ എത്രയാണെന്ന് വാല്യൂ അസർട്ടൈൻ ചെയ്യണമെങ്കിൽ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യണം. 3, പ്രൊവിഷൻ ഫോർ ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്. ഡിപ്രീസിയേഷൻ തേയ്മാനം സംഭവിച്ച് ആ മെഷീനറി അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊവിഷൻ, ഒരു കരുതിയിരിക്കണം. കരുതൽ ധനം, പ്രൊവിഷൻ ഫോർ ഫണ്ട് കരുതിയിരിക്കണം. അപ്പം പ്രൊവിഷൻ ഫോർ ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച് നെക്സ്റ്റ് ഇയർ തൊട്ട് ഒരു പ്രൊവിഷൻ കരുതിയിരിക്കണം. 4, അസർട്ടൈനിങ് ദ ആക്യുറേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ. 5, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. നമുക്ക് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ എന്താണ് ഡിവിഡൻഡ് കൊടുക്കണം. ക്യാപിറ്റലിന് ഡിവിഡൻഡ് കൊടുക്കില്ലേ? അപ്പം ഡിവിഡൻഡ് ഏതിൽ നിന്നാണ് കൊടുക്കുന്നത്? പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പം പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കണമെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് മാത്രമേ പ്രോഫിറ്റ് വരുള്ളൂ. അപ്പം അവിടെയും നമുക്ക് എന്താണ് ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ആക്ച്വൽ പ്രോഫിറ്റ് അറിഞ്ഞാലേ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ് നടക്കുകയുള്ളൂ. 6 എന്താണ്? അവോയ്ഡിങ് എക്സസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. നമുക്കറിയാം ഇൻകം ടാക്സ് എപ്പോഴാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ടിനെ നമുക്ക് എന്താണ് ഇൻകം ടാക്സ് പേ ചെയ്താൽ മതി. ഇപ്പം നമുക്കൊരു പ്രോഫിറ്റ് ആക്ച്വൽ പ്രോഫിറ്റ് വരണം എന്നുണ്ടെങ്കിൽ ആ ആക്ച്വൽ പ്രോഫിറ്റിനാണ് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ അവോയ്ഡിങ് ദ എക്സസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. അപ്പം ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൂടുതൽ ഇൻകം ടാക്സ് ആണ് പേ ചെയ്യേണ്ടി വരുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35. This balance sheet is prepared to give a true and fair view of a statement of affairs of business. If no depreciation is charged, the balance sheet will not disclose the correct financial position of the concern. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ബാലൻസ് ഷീറ്റിൽ ഒരു ഫെയർ ആൻഡ് ട്രൂ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ബിസിനസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻകറക്റ്റ് ആയിരിക്കും. ബിസിനസ് ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻകറക്റ്റ് ആയിരിക്കും. കാരണം ഒരു ഫിക്സഡ് അസറ്റാണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റ് ചെയ്യേണ്ടത്. സോ ഡിപ്രീസിയേഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബിസിനസ്സിന് ഒരു ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടില്ല. നെക്സ്റ്റ് 36. അസറ്റ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് നീഡ് റീപ്ലേസ്മെൻറ്റ് ഓൺ എക്സ്പയറി ഓഫ് their സർവീസ്. റീപ്ലേസ്മെൻറ്റ് റിക്വയർഡ് ഫണ്ട് ത്രൂ വിച്ച് suitable purpose of required fund are allocated for the fresh asset. അപ്പം നമുക്ക് എന്ത് വേണം നമ്മൾ പറഞ്ഞു? ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു സൈഡിൽ ഒരു പ്രൊവിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഫണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാണ് പ്രൊവിഷൻ ഫോർ ഫണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? പ്രോഫിറ്റിൽ നിന്നാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിലവിലുള്ള അസറ്റ് എത്ര വർഷം യൂസ് ചെയ്യുന്നു അത്രയും വർഷം നമ്മൾ എന്ത് മാറ്റണം? പ്രൊവിഷൻ മാറ്റണം. അതിന് വിളിക്കുന്ന പേരെന്താണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണെന്നാണ്. ഫ്രഷ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയുള്ളത് ഇപ്പോഴേ പ്രോഫിറ്റിൽ നിന്നും മാറ്റുന്നു. റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ്, അതിന് വേണ്ടിയാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഫണ്ട് നമ്മൾ എല്ലാ ഇയറിലും മാറ്റി വയ്ക്കുന്നത് പ്രോഫിറ്റിൽ നിന്ന്. 37. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ദ സെയിൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വിൽ ബി ഫിക്സഡ് ഓർ ലോവർ റേറ്റ്. ആൾസോ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ലോവർ. അപ്പം നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദ സെയിൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വിൽ ബി
ലോവർ റേറ്റ് നമുക്ക് എന്ത് കമ്മോഡിറ്റി, ഇപ്പം നമ്മൾ ഒരു ബ്രെഡ് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് വെച്ചോ, അവിടെ നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ കമ്മോഡിറ്റി, അതായത് കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്മോഡിറ്റി എന്താണ്, ബ്രെഡാണ്. അവിടുത്തെ ബ്രെഡിന് നമ്മൾ എന്ത് ലോ റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്, കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പം മോഡേൺ ബ്രെഡുകാർ ഡിപ്രീസിയേഷൻ്റെ പ്രൊവിഷൻ വെക്കുന്നില്ല. പിന്നെ വേറൊരു ബ്രെഡ് കമ്പനി ഏതാണ്, ഏഷ്യൻ ബ്രെഡുകാർ വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും, മോഡേണിന് റേറ്റ് കുറവായിരിക്കും. ആൾസോ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ലോവർ. അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, മോഡേൺ ബ്രെഡുകാരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്തായിരിക്കും, ലോവർ ആയിട്ടേ കാണിക്കുകയുള്ളൂ. അപ്പം പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പ്രൊവിഷൻ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റേറ്റും അതനുസരിച്ച് ചേഞ്ച് ആവും, കമ്മോഡിറ്റിയുടെ റേറ്റും അതനുസരിച്ച് ചേഞ്ച് ആവും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അതനുസരിച്ച് ചേഞ്ച് ആവും. നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ചാർജ്ഡ് ദ പ്രോഫിറ്റ് ഡിസ്ക്ലോസ്ഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിൽ ബി മോർ ദാൻ ദ റിയൽ പ്രോഫിറ്റ്. ഇൻ ദ കേസ് ദ ഡിവിഡൻഡ് പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി മോർ. അപ്പം അടുത്തൊരു കേസ് പറയാണ്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വർഷത്തിൽ എന്താണ്, റിയൽ പ്രോഫിറ്റ് എങ്ങനെ കൂടുതലല്ലേ കാണിക്കുന്നത്, ആ വർഷം പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണിക്കും. ഡിവിഡൻഡ്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്ത സാഹചര്യം വരുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിയൽ പ്രോഫിറ്റ് കൂടുതൽ കാണിക്കും, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കാനും സാധിക്കും. നെക്സ്റ്റ് 39, ഇഫ് ദ ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് പ്രൊവൈഡ് പ്രോഫിറ്റ് ഡിസ്ക്ലോസ്ഡ് വുഡ് ബി മോർ ആൻഡ് ആസ് ദ റിസൾട്ട് ഓഫ് ഇൻകം ടാക്സ് പെയ്ഡ് വുഡ് ബി മോർ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അവോയ്ഡ് ഓവർ പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്. അപ്പം നമുക്ക് അടുത്തതിൽ പറഞ്ഞേക്കുന്നതും അതുപോലെ തന്നെയാണ്, ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കുന്നില്ല പ്രോഫിറ്റിൽ. അപ്പോൾ എന്താ അവിടെ റിസൾട്ട് വരുന്നത്, ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ കൊടുക്കണം. ഓവർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ടാക്സ് ടോട്ടൽ എമൗണ്ട് പ്രോഫിറ്റ് കൂടുതൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ്, ആ എമൗണ്ടിന് കൂടെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ അതാത് ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുവാണെങ്കിൽ ഓവറോൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, കുറവായിരിക്കും. പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സും കൂടുതലായിരിക്കും. നെക്സ്റ്റ് 40ാമത്തത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. എന്തൊക്കെ ഫാക്ടറാണ് ഡിപ്രീസിയേഷനെ അഫക്റ്റ് ചെയ്യുന്നത്? ഒന്നാമത്തത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ്. ഒരു അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് മീൻസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. വാങ്ങിച്ച സമയത്തുണ്ട്, അപ്പോൾ 2020 വാങ്ങിച്ച ഒരു മെഷീനറി അതിന് 1,00,000 രൂപയാണെങ്കിൽ അതിനെയാണ് ഒറിജിനൽ കോസ്റ്റ്. ഇപ്പോൾ 2025 20 വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് 1,00,000 രൂപയാണ്. അപ്പോൾ 1,00,000 രൂപയാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അഥവാ ഒറിജിനൽ കോസ്റ്റ്. സ്ക്രാപ്പ് വാല്യൂ, റെസ്യൂഡൽ വാല്യൂ, സാൽവേജ് വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ, ഇതൊക്കെ ഏകദേശം ഒരുപോലെ വരുന്നതാണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു പോർഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ മെഷീനറി നമ്മൾ ആക്രി വിലയ്ക്ക് കൊടുക്കുകയാണ്, അതിനി ഫർദർ യൂസിന് പറ്റില്ല, അത് പൊളിച്ചടുക്കി അതിൻ്റെ ഓരോ പാർട്സുകളായിട്ട് നമ്മൾ ചെറിയ ടൂൾസ് വേറെ, അതിൻ്റെ മെഷീൻ വേറെ, അങ്ങനെ ഓരോ പാർട്ടാക്കി സെല് ചെയ്യുന്നതിനാണ് സ്ക്രാപ്പ് വാല്യൂ, ഫർദർ യൂസിന് പറ്റില്ല. റെസ്യൂഡൽ വാല്യൂ അങ്ങനെ തന്നെയാണ്. സാൽവേജ് എന്ന് പറയുമ്പം അത് നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അതിന് പിന്നെയും ഒരു ലൈഫ് ഉണ്ട്. ബ്രേക്കപ്പ് വാല്യൂ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ, സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ദ പ്രൈസ് അറ്റ് വിച്ച് ആൻ അസറ്റ് വിൽ ബി സോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ലൈഫ് അവിടെ തീർന്നു, വർക്കിംഗ് ലൈഫ് ഇല്ല, അതിനി വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പം നമുക്ക് ആ അസറ്റിന് കിട്ടുന്ന പ്രൈസിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ സാൽവേജ് വാല്യൂ അങ്ങനെയല്ല. സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് പഴക്കം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഇനി നമുക്ക് ആ സെറ്റ് യൂസ് ചെയ്യാം, അവൈലബിൾ ഫോർ റീസെയിലാണ്. നമുക്ക് എന്താണ്, അതിനെ ഒരു സെക്കൻഡ് ഹാൻഡ് സെറ്റാക്കി വേറൊരു ഓർഗനൈസേഷന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം, വേറൊരു ബിസിനസ് ഫാമിന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം. അതിനെയാണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ബ്രേക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്കപ്പ് വാല്യൂവും റെസിഡ്യൂവൽ വാല്യൂവും ഒന്നാണ്. റെസിഡ്യൂവൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് അസറ്റ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദി യൂസ്ഫുൾ ലൈഫ്. അപ്പം നമ്മൾ യൂസ് ചെയ്ത
പീരീഡ് കഴിഞ്ഞിട്ട് ആ മെഷീനറിക്ക് ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസിഡ്യുവൽ വാല്യൂ ഓർ എന്താണ് ബ്രേക്കപ്പ് വാല്യൂ. ബ്രേക്കപ്പ് വാല്യൂ എന്നും പറയാറുണ്ട്. റെസിഡ്യുവൽ വാല്യൂവിൻ്റെ വേറൊരു പേരാണ് എന്ത്, ബ്രേക്കപ്പ് വാല്യൂ. അപ്പം അടുത്തത് എന്താണ്, യൂസ്ഫുൾ ലൈഫ് ഒരു ഫാക്ടറാണ്. ചേഞ്ചസ് ഓഫ് ഒബ്സലൻസ് നമുക്കറിയാം, ന്യൂ ടെക്നോളജീസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആവും. അതിനെയാണ് ചേഞ്ച് ഓഫ് ഒബ്സലൻസ്. ലീഗൽ പ്രൊവിഷൻ നമുക്കറിയാം, ഒരു എഗ്രിമെൻ്റ് തീരുന്നു, ഇപ്പോൾ ഒരു കോപ്പി റൈറ്റോ പേറ്റൻറ്റോ ഒക്കെ അതൊക്കെ ഒരു ലീഗൽ എഗ്രിമെൻ്റാണ്. 10 വർഷത്തേക്ക് എഴുതി ആ 10 വർഷം തീർന്നു, അപ്പം നെക്സ്റ്റ് നമ്മൾ അടുത്ത് പുതുക്കണം. അപ്പം അതും നമുക്കൊരു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ ആണെന്ന് പറയാം. ഡിപ്രീസിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രീസിയേഷനിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 41, വാട്ട് യു മീൻ ബൈ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. അപ്പം ഒരു ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ പർച്ചേസ് പ്രൈസ് ആൻഡ് ഓവറോൾ എക്സ്പെൻസസ് ഇൻ ദ കണക്ഷൻ വിത്ത് പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ദി അസറ്റ്. ഒറിജിനൽ കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറിജിനൽ കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇപ്പോൾ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങിക്കുന്ന ടൈമിലുണ്ടാവുന്ന എക്സ്പെൻസസുകൾ ഉൾപ്പെടെ പർച്ചേസ് പ്രൈസ് പ്ലസ് ഓൾ എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ദ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ദി അസറ്റ്, അതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് വരുന്നത്. 42, ദ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. എന്തൊക്കെയാണ് കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബിസൈഡ് ദ പർച്ചേസ് പ്രൈസ്, ദ കോസ്റ്റ് ഇൻക്ലൂഡ് ഫ്രൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ട്രാൻസാക്ട് ഇൻഷുറൻസ്, installation cost, registration cost, commission paid on the purchase of asset, added items such as software etc. അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസുകളും ആഡ് ചെയ്തുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫ്രൈറ്റ് വരും, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ വരും, അതിന് കൊണ്ടുപോകുന്ന ഇൻഷുറൻസ്. അതിനിപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നതിനൊരു ഇൻഷുറൻസ് എമൗണ്ട് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റിനെ ഇൻഷുർ ചെയ്യാം. അപ്പോൾ ആ ഒരു മെഷീനറി, ഇപ്പോൾ ഒരുപാട് വിലയുള്ള ഒരു മെഷീനറി നമ്മളിപ്പം കടൽ മാർഗമോ ഫ്ലൈറ്റ് മാർഗമോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻഷുർ ചെയ്യാം, ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ ആ എമൗണ്ടും ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, രജിസ്ട്രേഷൻ കോസ്റ്റ്, കമ്മീഷൻ കൊടുക്കുന്ന കമ്മീഷൻ പേ ചെയ്യുന്ന എമൗണ്ട് ഒക്കെ നമുക്ക് ആ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓഫ് എ സെക്കൻഡ് ഹാൻഡ് അസറ്റ്, ഇറ്റ് ഇൻക്ലൂഡഡ് ഇനിഷ്യൽ റിപ്പയർ കോസ്റ്റ് ടു പുട്ട് ദ അസറ്റ് ഇൻ വർക്കബിൾ കണ്ടീഷൻ. അപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് അസറ്റ് ആണെങ്കിലോ അതിനെ റിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ടും, അതിനെ കോസ്റ്റ് ടു പുട്ട് ദ അസറ്റിൻ്റെ വർക്കബിൾ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന കോസ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഫിക്സഡ് അസറ്റിൻ്റെ ഒരു ഒറിജിനൽ കോസ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് 43, അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ഓഫ് ICAI എന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫ് ഇന്ത്യ, ദ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റീസ്. അപ്പം അവരുടെ ഒരു ഡെഫിനിഷൻ എന്താണ്, ICAIയുടെ ഡെഫിനിഷനാണ് ഫിക്സഡ് അസറ്റിൻ്റെ ഡെഫിനിഷനാണ്, ദ ടോട്ടൽ കോസ്റ്റ് സ്പെൻഡ് ഇൻ കണക്ഷൻ വിത്ത് ദ അക്വിസിഷൻ, ഇൻസ്റ്റലേഷൻ ആൻഡ് കമ്മീഷനിങ് ആസ് വെൽ ആസ് ഫോർ അഡിഷൻ ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി ഡിപ്രീസിയബിൾ അസറ്റ്. അപ്പം ഇത് അങ്ങനെ ഫിക്സഡ് അസറ്റിൻ്റെ കൂടുതലൊന്നും ചോദിക്കത്തില്ല, ഡിപ്രീസിയേഷൻ്റെ ഡെഫിനിഷൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ICAI പറഞ്ഞിരിക്കുന്നത് എന്താണ്, ടോട്ടൽ കോസ്റ്റ് സ്പെൻഡ് ഇൻ കണക്ഷൻ വിത്ത്, ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ് ഏതൊക്കെ ഇനത്തിൽ, അക്യൂർ ചെയ്യാൻ, ഇൻസ്റ്റോൾ ചെയ്യാൻ, കമ്മീഷൻ കൊടുക്കാൻ, ഓരോ ഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്തുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് ഒരു കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 44, എക്സാമ്പിൾ ഫോർ ഡിപ്രീസിയേഷൻ ഓവർ ദ യൂസ്ഫുൾ ലൈഫ് ഓഫ് എ മെഷീനറി. അപ്പോൾ എങ്ങനെ അത് എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. താഴെ പറഞ്ഞേക്കുന്ന എ ഫോട്ടോ കോപ്പി മെഷീൻ ഈസ് പർച്ചേസ്ഡ് ₹50,000 ആൻഡ് ₹10,000 ഈസ് spend its transportation and installation. So the original cost of machinery is
60,000 which will be written off as depreciation over the യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി മെഷീനറി. അപ്പം നമുക്കൊരു ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് ഫോട്ടോ കോപ്പി മെഷീൻ കൊണ്ടുവരുവാണ്. മെഷീൻ്റെ പ്രൈസ് എത്രയേ ഉള്ളൂ? 50,000 രൂപയേ ഉള്ളൂ. പക്ഷേ അത് ട്രാൻസ്പോർട്ടേഷനിലും ഇൻസ്റ്റോൾ ചെയ്ത സമയത്തും കൂടെ നമുക്കൊരു 10,000 രൂപ അഡീഷണലായി. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 50,000 പ്ലസ് 10,000 എത്രയായി? 60,000 ആയി. അപ്പം നമ്മൾ ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഏത് എമൗണ്ടിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്യുന്നത്? 50,000-നാണോ 60,000-നാണോ? 60,000-നാണ്. ടോട്ടൽ കോസ്റ്റ് നമുക്ക് എത്രയാണ്? നമ്മുടെ കയ്യിൽ നിന്ന് 60,000 രൂപയായി. അപ്പോൾ പർച്ചേസിൽ നമ്മൾ 60,000 കാണിച്ചിട്ട് ഡിപ്രീസിയേഷൻ നമ്മൾ 60,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്ത 45. വാട്ട് യു മീൻ ബൈ സ്ക്രാപ്പ് വാല്യൂ, റെസിഡ്യൂവൽ വാല്യൂ, സാൽവേജ് വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? ഇറ്റ് ഈസ് ആൻ എമൗണ്ട് ദാറ്റ് ദ അസറ്റ് ഈസ് ലൈക്ലി ടു റിയലൈസ് ഓൺ ഇറ്റ്സ് ഡിസ്പോസൽ വെൻ ഇറ്റ് ബിക്കം അൺസർവീസബിൾ. അപ്പം ഒരു അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിസ്പോസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ അതിൻ്റെ സർവീസുകളൊന്നും ഇനി ഇല്ല, അതിനി നമുക്ക് വർക്കബിൾ അല്ല, അത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ട് നമ്മളതിനെ റീസെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടണ വാല്യൂ, ദ എമൗണ്ട് ഓഫ് ദാറ്റ് അസറ്റ് ഈസ് ലൈക്ലി ടു റിയലൈസ് ഓൺ ദ ഡിസ്പോസൽ വെൻ ഇറ്റ് ബിക്കം അൺസർവീസബിൾ. അതിൽ നിന്ന് നമുക്ക് സർവീസ് ഒന്നും കിട്ടുന്നില്ല. സോ നമ്മളത് റിയലൈസ് ചെയ്തൊരു വാല്യൂ ഇട്ട് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരുകളാണ് സ്ക്രാപ്പ് വാല്യൂ, റെസിഡ്യൂവൽ വാല്യൂ, സാൽവേജ് വാല്യൂ, ബ്രേക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ, ഓൾസോ നോൺ ആസ് സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, breakup value, is the estimated net realizable value of the asset at the end of its useful life. The net residual value is calculated after deducting the expenses for the disposal of the asset. അപ്പം നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമ്മളെല്ലാം അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിരിക്കണം. എങ്ങനെയാണത്? നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ കാൽക്കുലേറ്റിംഗ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദി എക്സ്പെൻസസ്. അതിൽ നിന്നുള്ള എല്ലാ എക്സ്പെൻസസുകളും ഡിഡക്റ്റ് ചെയ്ത വാല്യൂവിനെയാണ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ അസറ്റ് ഡിസ്പോസ് ചെയ്യുവാണ്. അപ്പം നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് അതിൽ നിന്ന് അതിന് വേണ്ടി ചിലവായിട്ടുള്ള എല്ലാ എക്സ്പെൻസസുകളും ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. സോ ആ ഒരു എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ. അപ്പം എക്സാമ്പിൾസ് ഇപ്പോൾ നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ എന്തൊക്കെയാണെന്ന് നോക്കാം. എ മെഷീൻ പർച്ചേസ്ഡ് ഫോർ ₹50,000 and it has been useful life of 10 years. At the end of the 10 years, it is expected to have a sale value of ₹6,000, but the expenses related to disposal it ₹1,000. Then the net realizable value is, അപ്പം നമുക്ക് വാങ്ങിച്ച സമയത്ത് ഒരു മെഷീനറിക്ക് 50,000 രൂപയുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു മെഷീനറി ഒരു 10 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ അതിനെ വിൽക്കുവാണ്. വിൽക്കുന്ന സമയത്ത് നമുക്ക് ആ മെഷീന് 50,000 രൂപയ്ക്ക് വാങ്ങിച്ച മെഷീന് 6,000 രൂപ ആ സമയത്തുള്ളൂ, 10 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ളൂ. അപ്പം നമുക്ക് അതിന് വേണ്ടി ഒരു 10,000 രൂപയും കൂടെ നമുക്ക് അഡീഷണൽ എക്സ്പെൻസായി. അപ്പം നമുക്കതിന് എത്ര രൂപയെ നമുക്ക് കിട്ടുകയുള്ളൂ? 6,000-ൽ നിന്ന് 10,000 രൂപയും കൂടെ കുറച്ച് 5,000 രൂപ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ബുക്ക് വാല്യൂവിലേക്ക് 5,000 രൂപയെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വന്നത്? നമുക്ക് ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ, നെറ്റ് റിയലൈസബിൾ എന്നും പറയാം, റെസിഡ്യൂവൽ വാല്യൂ എന്നും പറയാം. റെസിഡ്യൂവൽ വാല്യൂ കാണാൻ വേണ്ടി എത്രയാണ്? നമുക്ക് 50,000 രൂപയ്ക്ക് വാങ്ങിച്ചു. 2015 നമ്മൾ 50,000 രൂപയ്ക്ക് ആ മെഷീനറി വാങ്ങിച്ചു. ഇപ്പോൾ 2025 ആയപ്പോൾ നമ്മളത് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരാൾ വന്നതിന് 6,000 രൂപ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് അഡീഷണൽ എക്സ്പെൻസസുകളുണ്ട്, 1,000 രൂപയും കൂടെ കുറയ്ക്കണം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് 1,000 രൂപയും കൂടെ. അപ്പം എത്രയായി? അതിൻ്റെ എക്സ്പെൻസസുകളെല്ലാം, അല്ലെങ്കിൽ നമ്മൾ 1,000 രൂപയ്ക്ക് പണി ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ എത്രയാണ്? നെറ്റ് റെസിഡ്യൂവൽ വാല്യൂ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യനാണുള്ളത്. താങ്ക് യു.